ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 32 ശ്ലോകം 4-5-6. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസീഃ പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർത്ഥമപാരവാരിണ്യുദ്ഭൂർണമാന ശരണം യയൗ ത്വാം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോഗപ്രഭാവാത് ഭവത് ആജ്ഞയാ ഏവ ഭവദാജ്ഞയൈവ നീതഃ തതഃ ത്വം നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടഃ അമുനാ പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷും ഏനം കൽപ്പദിദൃക്ഷുമേനം സപ്ത ആഹം ആസ്വ ഇതി സപ്താഹമാസ്വേതി വദൻ അയാസീഹി വദന്നയാസീഹി പ്രാപ്തേ ത്വത് ഉക്തേ അഹനി ത്വദുക്തേ ഹനി വാരിധാരാ പരിപ്ലുതേ വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർത്ഥം അപാരവാരിണി ഉദ്ഘൂർണമാനഃ സാർത്ഥമപാരവാരിണ്യുദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം ധരാം ത്വത് ആദേശകരീം അവാപ്താം ത്വദാദേശകരീം അവാപ്താം നൗ രൂപിണീം ആരുരുഹു തദാ നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത് കമ്പകംബ്രേഷു തത്കമ്പകംബ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിർഭൂഃ മഹീയാൻ ഭൂയസ്ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ഹരേ കൃഷ്ണ. പോന ശ്ലോകത്തില് പാത്തോം രാജർഷിയാണ് സത്യവ്രതൻ ജലം മാത്രം കുടിച്ചെന്താക്കാൻ തപസ് ചെയ്തിരുന്നാൽ അപ്പടിയുള്ളവർ കയ്യിൽ മത്സ്യം വന്നതും മത്സ്യത്തെ ജലത്തിൽ പോട്ടാൽ അത് എന്നെ കൂട്ടിൻ്റെ പോചെന്നതും അങ്ങേന്ന് ജലപാത്രത്തിലാക്കി പിന്നെ അതിലെ പെരിശായി കുടത്തിലെ പോട്ട് കുടത്തിലേന്ത് കിണറിലെ പോട്ട് കിണറിലേന്ത് സരസിലെ പോട്ട് അപ്പടി വെച്ചെന്തിരുந்தாங்கிறது പോന ശ്ലോകത്തിലെ പാത്തു. തതഃ ഭവദാജ്ഞയാ ഏവ അതുക്കപ്പുറം ഭഗവാനോട് ആജ്ഞയിനാല് മുനിന യോഗപ്രഭാവാത് പയോധിം നീതഃ ത്വം. இந்த சத்யவிரத மகர்ஷி போய் ரொம்ப பிரிச்சாயிடுச்சு. தடாகம் நிறைஞ்சாயிடுச்சுன்னு തന്നെ தூக்க முடியாது இல்லையா. அப்போ அந்த சமயத்தில் யோக பிரபாவத்தினால அந்த மத்ஸ்யத்தை சமுத்திரத்துக்கு கொண்டு போனார். அதுக்கப்புறம் அமுனா பிருஷ்டகா കൽപ്പതിദൃക്ഷും ഏനം. ഇപ്പോൾ ഭഗവാൻ അപ്പോൾ കേൾക്കറാണ് എനിക്ക് എന്നെ വരം വേണം കേൾക്കരുത്, എനിക്കെന്താ പ്രളയം എന്നത് പാത്താ കൊള്ളാം അപ്പടിന്ന് വെച്ചാൽ ഇനി നമുക്ക് തിരുപ്പിയും പാക്കലാം
കടശി ആഹാരത്തെ മാർക്കണ്ഡേയ മഹർഷി ചൊല്ലുവൻ പ്രളയം എന്നത് എനിക്കൊന്ന് പാക്കണം, മായ എന്നത് ചൊല്ലി പാക്കണം കേൾക്കണം ചൊല്ലുവൻ. അപ്പോൾ ഒരു പ്രളയത്തിൽ ഇതേമാതിരി മുൻപിത്താളത് പാക്കലാണ്. ഇങ്ങേയും ഇവരെനിക്ക് പ്രളയം പാക്കണം എന്ന് ആശയിരിക്ക്. അപ്പടിന്ന് വന്നപ്പോ സപ്താഹം ആസ്വായി വദൻ അയാസീഹി, 7 നാളേക്ക് നീ കാത്തിര്, അതുക്കുള്ള 7ാவது നാളേക്ക് எனக்கு പ്രളയം പാക്കം അപ്പടിന്ന് പണിയിട്ട് ഭഗവാൻ മറിഞ്ഞു പോയിട്ടാർ. അയാസീഹി മറിഞ്ഞു പോയിട്ടാർ. ത്വതുക്തേ അഹനി പ്രാപ്തേ, ഭഗവാൻ ചൊന്ന് அந்த அகனி அந்த திவசம் வந்தது. அகனினா திவசம், அகம் திவசம். பூமி தலே வாரிதாராப்ளுதே முனீந்திரः சப்தர்ஷிः சார்த்தம் அபாரவாரிணி ഉത്കൂർണമാനഃ. ഭൂമിതലെ വാരിധര പരിപ്ലുത, ഭൂമിയെല്ലാം ജലധാരയിൽ ശക്തമായ മഴ പെയ്ത് ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുന്തി വച്ച്. അന്ത സമയത്തില് മുനീന്ദ്ര സപ്തർഷി, സത്യവ്രത രാജാവും സപ്തർഷികൾ കൂടെ ഒരു തോണിയില് എറിയൊക്കാറ. തോണിയിൽ അത് ഭൂമിദേവിയൊക്കെ അങ്ങ് തോണിയായിട്ട് വരാം. ഭൂമിദേവി സ്വയം തോണിയോട് രൂപത്തിൽ അങ്ങ് വന്നത്. സപ്തർഷികളും സത്യവ്രത രാജാവും അതിലേറിയൊക്കാറ. அதுக்கப்புறம் என்னாச்சுன்னா அந்த പ്രളയജലമല്ലോ ரொம்ப ശക്തമാ വെറുതെ തോണി കിടന്ന് ആടി വലയറത്. ഇപ്പൊ ഭയം എന്തെന്ത് ഭഗവാനെ ശരണം പ്രാപിക്കറ, ത്വാം ശരണം യയോ, ഭഗവാനെ ശരണം പ്രാപിക്കറ. തഥാ തേ ത്വദാദേശഗരീം, അന്ത സമയത്തില് സത്യവ്രതനും സപ്തർഷികളും ഭഗവാനോട് കൽപ്പന അനുസരിച്ച് എന്താ വഞ്ചിയോല് ഏറി ഒക്കാന്താ ജന്മമേ ഭൂമിയായി വന്ന നൗരൂപിണീം അവാപ്താം ധരാം ആരുരുഹു. ഭൂമിദേവി ഒരു നൗകയോട് രൂപത്തിൽ, ഒരു വഞ്ചിയോട് രൂപത്തിൽ വന്നപ്പോ അതില് ഇവ ആരുരുഹു ഏറി ഒക്കാന്താ. തേഷു തത് കമ്പ്രേഷു ച, എന്ത് അതിലൊക്കാന്താലും ഭയന്നിരുന്നാളാം. എന്നെത്തുന്നാലും എന്താ വാഹനം വല്ലാതേക്ക്, എന്താ തോണി വല്ലാതേക്ക് ആടി വലഞ്ചപ്പോൾ വരുമ്പോൾ ഭയന്നിരുന്നാളാം. ഭൂയഹത്വം മഹിയാൻ അമ്പുധേഹേ ആവിരഭൂഹു. അന്ത സമയത്തില് ഒരു പെരിയ ആകൃതി, ഒരു മത്സ്യത്തോടെ ആകൃതിയിൽ വന്ന് ഭഗവാൻ പ്രളയ സമുദ്രത്തിൽ പ്രത്യക്ഷമാണ്. ഇത് മത്സ്യാവതാരം. ഹരേ കൃഷ്ണ.